നമസ്കാരം. നാളെ ധനു 26 ജനുവരി മാസം 10-ാം തീയതി വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി. വൈകുണ്ഠ ഏകാദശിക്ക് വ്രതമെടുത്താൽ വർഷം മുഴുവൻ ആ വ്രതമിരുന്നതിൻ്റെ ഫലം ലഭിക്കുമെന്നതാണ്. വ്രതമിരുന്ന് സ്വാമിയെ പ്രാർത്ഥിക്കുക, സകലതും ലഭ്യമാകും. ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും. പെരുമാളിനെ വണങ്ങണം, സദാ പ്രാർത്ഥിക്കണം. സർവം വിഷ്ണുമയം ജഗത് എന്നാണ് ചൊല്ല്. വ്രതമിരുന്ന് വഴിപാട് ചെയ്താൽ നിങ്ങളുടെ സർവ്വ ദുഃഖവും അകന്നു പോകും. നിങ്ങളുടെ മനസ്സിന് നല്ല ആശ്വാസമാകും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും. ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് തുറന്നു പറയുക. വ്രതമിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഭഗവാൻ. നാളെ ധനുമാസം 26-ാം തീയതി, ജനുവരി മാസം 10-ാം തീയതി, സ്വർഗവാതിൽ ഏകാദശി. വൈകുണ്ഠ ഏകാദശിക്ക് വ്രതമിരുന്ന് പ്രാർത്ഥിച്ചാൽ സർവ ആഗ്രഹവും സാധിക്കുമെന്നാണ്. നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ മാറിക്കിട്ടും. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. പല രീതിയിലാണ് നമുക്ക് ശത്രുക്കൾ. ചിലർക്കൊക്കെ വസിക്കുന്നിടത്ത് ശത്രുക്കളുണ്ടാകാം. ചിലർക്കാണെങ്കിൽ ഉദ്യോഗ സ്ഥലത്ത് ശത്രുക്കളുണ്ടാകും. വ്യാപാര സ്ഥലത്ത് ശത്രുക്കളുണ്ടാവും. ചില മന്ത്രങ്ങൾ, ചില തന്ത്രങ്ങൾ, ചില വഴിപാടുകൾ, ഇവയൊക്കെ ശത്രുവിനെ അകറ്റാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാൻ വൈകുണ്ഠ ഏകാദശി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുക. സർവസമയവും പ്രാർത്ഥിക്കുക, സദാസമയവും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതെന്താണോ ഭഗവാൻ സാധിച്ചു തരും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ ഒരു സമയത്ത് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരു വലിയ രക്ഷ ഭഗവാനായി ഇവർക്ക് തീർക്കുന്നു. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാഞ്ഞു കിട്ടുന്നു. താൻ ആഗ്രഹിച്ചതൊക്കെ തനിക്ക് ലഭ്യമാകുന്നു എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, പെരുമാളിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഏതൊക്കെ രാശിക്കാർക്കാണ് ആ ഒരു വലിയ മഹാഭാഗ്യം ഇന്ന് നേരം പുലരുമ്പോൾ ലഭ്യമാകുന്നത് എന്ന് നമുക്കറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നാളെ വൈകുണ്ഠ ഏകാദശിയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടി രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്ക് വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകരെന്ന് പറയുന്നത് മിഥുനരാശിക്കാരാണ്. ശുക്രൻ ജന്മരാശിയുടെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകത മിഥുനരാശിക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരാൻ പോവുകയാണ്. കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അകലാൻ പോവുകയാണ്. ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. പ്രാർത്ഥിക്കണം പെരുമാളിനെ. അത് ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. ഞാൻ പറഞ്ഞു പല രീതിയിലാണ് ശത്രുക്കളെന്ന്. വിരോധങ്ങൾ ഒരുപാടുണ്ടാകുന്നു. ചില വിരോധങ്ങൾ മന്ത്രജപങ്ങൾ കൊണ്ട് തീരും. ചിലത് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് കൊണ്ട് തീരും. ഏതായാലും വിരോധികൾ ഇല്ലാതാകാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച്. ഒരുപാട് നേട്ടം, ഒരുപാട് ഉയർച്ച, ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒക്കെ മിഥുനരാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നു. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും
ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ്. അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും. ഒരു വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുവാനുള്ള യോഗം, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം, പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവർക്ക് ആ പ്രയാസങ്ങളൊക്കെ വിട്ടൊഴിയുന്ന സമയം, ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും. ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ ഇവർക്ക് കാര്യമാകുന്നു. അടുത്തത് കർക്കിടകക്കൂറുകാരാണ്. പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിച്ചവർ തന്നെയാണ്. ജീവിതത്തിൽ ഒരുതരം വാശി തന്നെയാണ് ഇവർക്ക്. എന്തൊക്കെയോ നേടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം. തനിക്കതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന വലിയൊരു നിരാശയുണ്ട്. നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയം. ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം പേറി ജീവിക്കുന്ന നിങ്ങൾക്ക് വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുവാൻ സാധിക്കും. പ്രാർത്ഥന വേണം, വഴിപാടുകൾ ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. തിരുച്ചിറപ്പള്ളി, ശ്രീരംഗം ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തുക. വൈകുണ്ഠ ഏകാദശിയൊക്കെ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്ര ജാതകർ കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങൾ തന്നെയായിരുന്നു. ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും. എന്നാൽ വലിയൊരു മാറ്റത്തിലേക്ക് ഇവർ എത്തിച്ചേരാൻ പോവുകയാണ്. ഒരു വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കന്നിരാശിക്കാർക്ക് നടക്കാൻ പോവുകയാണ്. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ചന്ദ്രൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ ഉയർച്ച കൊണ്ടെത്തിക്കുമ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. എന്നാൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത് അവർക്ക് ഒരുപാട് നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഒരു വീട് എന്ന സ്വപ്നം സഫലമാകും. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച, ദുഃഖങ്ങൾ അനുഭവിച്ച, ദുരിതങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ വിരൽത്തുമ്പിൽ അതൊക്കെ വന്നു ചേരും. അടുത്തത് ധനുരാശിക്കാരാണ്. ശുക്രൻ ജന്മരാശിയുടെ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് ധനനേട്ടമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ശത്രുഭയം ഇല്ലാതാകുന്നു. വിരോധികളെ വിരട്ടുന്ന ഒരു സമയം തന്നെയാണ്. ഭഗവാൻ ചോദിച്ചോളും. വീരഭദ്രനെ പ്രാർത്ഥിക്കുക, ഭൈരവനെ പ്രാർത്ഥിക്കുക, ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ധനുരാശിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയധികം നല്ല സമയമാണ് ധനുരാശിക്ക്. ശിവക്ഷേത്ര ദർശനം നടത്തണം. കഴിയുമെങ്കിൽ ശ്രീരംഗത്ത് രംഗനാഥനെ പ്രാർത്ഥിക്കുക. ശ്രീരംഗത്ത് പോയി രംഗനാഥനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും. ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ്. അങ്ങനെ വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.